ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. അമ്മച്ചി ഒരു കഥ പറയാം. ഇന്ന് കഥ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ചെറിയൊരു വാക്യമാണ്, ഇന്ന് ഒത്തിരി ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ൻ്റെ 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ പഠിച്ചു കാണും. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പാപത്തിൽ ജീവിച്ച് പാപത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാണാതെ പോയ ആൾക്കാരെ തിരഞ്ഞ് രക്ഷിച്ച് അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. കർത്താവും ശിഷ്യന്മാരുമായിട്ട് യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. അവർ എരിഹോവിലെത്തി. എരിഹോവിൽ സക്കായ് എന്നൊരു പേരുള്ളൊരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അവനും ഒരു യഹൂദനായിരുന്നു, അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നു. എന്നാൽ അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. യേശു കടന്നു പോകുന്നു എന്ന് അവൻ അറിഞ്ഞു. അവന് യേശുവിനെ കാണുവാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അവന് ഹൈറ്റൊക്കെ കുറവായതുകൊണ്ട് ജനം തള്ളി കർത്താവിൻ്റെ ചുറ്റുമുള്ളത് കൊണ്ട് അവന് കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവൻ മുമ്പോട്ട് ഓടിപ്പോയി ഒരു കാട്ടത്തിന്മേൽ കയറിയിരുന്നു. അപ്പോൾ യേശു ആ വഴി വരുമ്പോൾ അവന് കാണാമെന്നുള്ള സന്തോഷത്തോടു കൂടി അവൻ അങ്ങനെ ഇരുന്നു. എന്നാൽ യേശു വന്നു അവനിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി കർത്താവ് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കും. അവൻ വേഗം ഇറങ്ങി സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ യേശുവിനെ കൈക്കൊണ്ടു. എന്നാൽ അവിടെയുള്ളവരെ പിറുപിറുത്തു. എന്നിട്ട് പറഞ്ഞു, കർത്താവിനൊന്നും അറിയില്ലാത്ത രീതിയിൽ അവരെ പിറുപിറുക്കുന്നത്, ഇവൻ പാപിയായുള്ളൊരു മനുഷ്യൻ്റെ കൂടെ പാർക്കാനായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കർത്താവ് സക്കായിയുടെ വീട്ടിലെത്തി. അപ്പോൾ സക്കായി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സമ്പത്തിൽ ഞാൻ പകുതി ഭാഗം ദരിദ്രർക്ക് കൊടുക്കുവാണ്. അവന് കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി അവനൊരു ജീവിതത്തിലൊരു മാനസാന്തരമുണ്ടായി. അതുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവെ, എനിക്കുള്ളതിൽ പകുതി ഭാഗം ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല, ഇതുവരെ ഞാൻ ചതുവായിട്ട് വാങ്ങിയിട്ടുള്ളതിൻ്റെ 4 മടങ്ങ് ഞാൻ അധികം കൊടുക്കുകയാണ്. അപ്പോൾ കർത്താവിനോടൊന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ ജീവിതത്തിലുള്ള മാനസാന്തരം അത് കർത്താവ് മനസ്സിലാക്കി. അപ്പോൾ കർത്താവ് മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണ്. ഇന്നും കാണാതെ പോയിരുന്ന സക്കായിയെ തിരിച്ച് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള സന്തോഷം കർത്താവിനും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാനസാന്തരപ്പെട്ട സക്കായിയും കുടുംബവും രക്ഷപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അനേക ഗുണപാഠങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, കർത്താവ് സ്നേഹവാനും മനസ്സലിവുള്ളവനാണ്. കാരണം പാപിയായിട്ടുള്ള ആ സക്കായിയെ കണ്ടപ്പോൾ മുകളിലേക്ക് നോക്കി സക്കായിയെ വിളിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ദൈവമാണ്, എന്നാൽ സ്നേഹവാനും കരുണയുള്ള ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ആർ കർത്താവിനെ അന്വേഷിക്കുന്നുവോ അവർക്ക് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കർത്താവിനെ കാണുവാനായിട്ട് സക്കായി ആഗ്രഹിച്ചു. കർത്താവിനെ കാണുവാനും കർത്താവിൻ്റെ കൂടെ പാർക്കുവാനായിട്ടുള്ള ഭാഗ്യം സക്കായിക്കുണ്ടായി. മൂന്നാമതായിട്ട്, കർത്താവ് പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. നാമും നമ്മുടെ ജീവിതത്തിൽ പാപികളെ സ്നേഹിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപത്തെ നാം വെറുക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ സക്കായി പറയാണ്, ചതുവായി വാങ്ങിയിട്ടുള്ള തിരികെ കൊടുക്കുവാൻ സക്കായി തീരുമാനിക്കുന്നു. നമ്മളും തെറ്റ് ചെയ്താൽ അത് തെറ്റിൽ നിന്ന് മാറി ആ തെറ്റ് തിരുത്തി മാനസാന്തരപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട്, കർത്താവ് പാപികളെ രക്ഷിപ്പാൻ വന്നതുകൊണ്ട് ഏതൊരു പാപിയും കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇവിടെ സക്കായും കുടുംബവും രക്ഷപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്കെന്ന് പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്ന് പാപികളെ സ്നേഹിച്ചുകൊണ്ടാണ്
അങ്ങ് പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപികളെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കും നിൻ്റെ മക്കളാകുവാനുള്ള ഭാഗ്യം തന്നു, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാപികളും കൊള്ളരുതാത്തവരുമായിരുന്നു, എന്നാൽ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു. അതുപോലെ തന്നെ സക്കായെ സ്നേഹിച്ച സംഭവം ഞങ്ങൾ ഇന്ന് പഠിച്ചു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിക്കണം, പാവം ചെയ്യാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മാനസാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ അതമർത്തുമ്പോൾ ആൻറ്റി എപ്പോഴിടുന്നോ അപ്പോഴൊക്കെ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്യണം. ഓക്കെ, ബായ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.